പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ചെടി നനയ്ക്കുന്ന ഒരു വീഡിയോ കേട്ടോ. ചെടി നനയ്ക്കൽ നമ്മൾ എന്നും ചെടി നനയ്ക്കണതാണ്. ചെടി നനയ്ക്കണപ്പോൾ അത്ര പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ചെടി ഡെയിലി നമ്മൾ നനയ്ക്കണം കേട്ടോ. ഡെയിലി നമ്മൾ ഒരു നേരം എങ്കിലും ഇത് നനയ്ക്കണം. മഴയില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ നനച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ ചെറിയ ഒരു ഓസ് ഇട്ടിട്ടാണ് ഇത് നനയ്ക്കണം കേട്ടോ. വലിയ വലുപ്പമുള്ള ഓസൊന്നുമല്ല. അപ്പോൾ ഇവിടെ പച്ചക്കറി ചെയ്തിട്ടുണ്ട്. പച്ചക്കറി പിന്നെ വെണ്ടക്ക ഉണ്ട്. വെണ്ടക്കൊക്കെ ഇത് വിത്തിന് ഇറക്കിയ വെണ്ടക്ക കേട്ടോ. ഈ ചെറിയൊരു കവറിലാണ് നമ്മൾ ഈ ഗ്രോ ബാഗിലും ചെയ്തിട്ടുണ്ട്, സാധാ പിന്നെ ചാക്കിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്ലാവാണ് നമ്മൾ ചാക്കിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്നലെ ഒരു വെണ്ടക്ക തൈ പായുന്നത് അതും അതിൻ്റെ ഇടയിൽ ഇതാകുന്നുണ്ട് കേട്ടോ, വെച്ചിട്ടുണ്ട് ഈ പ്ലാവിൻ്റെ ഒപ്പം. പിന്നെ തക്കാളി ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. തക്കാളി ഒക്കെ പറിക്കാനായിട്ടുണ്ട്. ഫുള്ളിനെ പോയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഒന്നും ഇപ്പോൾ കിട്ടില്ല. എന്നാലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി അത് പറിക്കാറുണ്ട്. ആ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. ഇതിലും വെണ്ടക്ക വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ഒരു ചാക്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൽ വെണ്ടക്ക ഒരു സൈഡായിട്ട് അത് ഇരുന്നോട്ട് എഴുതി. ഏതായാലും നമ്മളിപ്പോൾ ഇതിന് നനക്കണം. വെണ്ടയ്ക്ക് ഒരു പ്രത്യേകിച്ചൊരു വളം ഇപ്പോൾ ഇതിന് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ നമ്മളിത് പിന്നെ തൈകൾ പാകിയതാണ് കേട്ടോ. തൈകളവിടെ കർമ്മത്തിൻ്റെ തൈയുണ്ട്, പിന്നെ കുറച്ച് മുളകുണ്ട്, വെണ്ടക്ക ഉണ്ട്. കയ്പൊക്കെ നമ്മൾ പിന്നെ ഉള്ളതൊക്കെ പറിച്ച് പിന്നെ മാറ്റിട്ടോ. ഇവിടെ പിന്നെ ആ സൈഡിലൊക്കെ ഞാൻ ഇപ്പോൾ നനച്ച് പോകുന്നു കേട്ടോ. ഇവിടെ ഒരു പുതിയൊരു തെങ്ങിൻ തൈ വെച്ചാണ് കേട്ടോ. കുറച്ച് വലിയ തെങ്ങിൻ തൈ കൊടുത്തിട്ടാണ്. നമ്മൾ പറമ്പിൽ തന്നെ ഒരു തെങ്ങിൻ്റെ തൈ ഉണ്ടായിരുന്നു, അത് പാവി മുളപ്പിച്ചായിരുന്നു. അപ്പോൾ അത് കൊടുന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മാസമായിട്ടുള്ളൂ കേട്ടോ. അത് അങ്ങനെ തന്നെ നമ്മൾ പറിച്ച് മണ്ണ് വേരിളകാതെ പറിച്ച് അങ്ങനെയാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പട്ടക്കൊന്നും ഒരു കുഴപ്പമില്ല. പട്ട നല്ല പിന്നെ ഒരു പട്ടക്കും കേടില്ലാതെ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വാഴ ഉണ്ട്. വാഴക്ക് പിന്നെ ഇത് നല്ലൊരു കൊലയാണ് കേട്ടോ ഈ വാഴ നമ്മൾ പിന്നെ വാഴൻ്റെ തട്ടങ്ങനെ പൂവുണ്ടാവുമല്ലോ. ഈ പൂവുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഈ കൊല ഇങ്ങനെ തീർന്നാൽ നമുക്കിങ്ങനെ അറിയും. അപ്പോൾ തന്നെ അത് പൊട്ടിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വവ്വാല നരച്ചീറുവരൊക്കെ വന്നിരുന്ന് അതിൻ്റെ ആ കായന് ഒരു ഭംഗി ഉണ്ടാവില്ല. അതിങ്ങനെ ആട്ടുള്ള നഖം കൊണ്ട് കറ വലിച്ച് പിന്നെ അത് പറ്റാണ്ട് നാശമാവും കേട്ടോ. നമുക്ക് പിന്നെ ഈ വവ്വാല കൊത്തിയ കുട്ടികൾക്കും കഴിക്കാനും ഒരു മടി കാരണം പിന്നെ അതൊരു കറ വലിച്ച് ഒരു കറുത്ത കുത്തുമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വാഴൻ്റെ തട്ട ഇങ്ങോട്ട് തീർന്ന ആ സമയത്ത് തന്നെ കൊല പിന്നെ ഇതുണ്ടാവില്ല കായുള്ളത്, അത് തീർന്ന സമയത്ത് തന്നെ നമ്മളത് പിന്നെ പൊട്ടിച്ചിട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ നീണ്ട് നിന്നാൽ ഇങ്ങനെ വവ്വാലൊന്നും വന്നിട്ട് അതിൻ്റെ ആ തേൻ കുടിക്കാൻ വരും. അപ്പോഴൊക്കെ വരുമ്പോഴൊക്കെ അത് അതിൻ്റെ ആ പിന്നെ മുള്ള് പിന്നെ നഖം കൊണ്ടിട്ട് അതിങ്ങനെ നാശമാവും. പിന്നെ അതിൽ കറ വലിച്ചിട്ട് ആ പിന്നെ പഴത്തിൻ്റെ ആ ഒരു ഭംഗി തന്നെ അങ്ങോട്ട് ഇല്ലാതാവും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ മത്തന്മ ഇപ്പോൾ 3 കായ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വലുത് ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്ന് കാണിച്ചതല്ലേ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ അവിടെയൊക്കെ മത്തനതൊരു നല്ല കാപ്പിടുത്തുള്ളൊരു മത്തൻ. നമ്മൾ സാധാ മത്തനാകുമ്പോഴൊക്കെ കായ പിടിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പാടാണ്. ഇതിന് ഒരു വിഷയമൊന്നുമില്ല. പിന്നെ നല്ല ഇത് നമ്മളിവിടെ വഴുതങ്ങി ഇതിലൊക്കെ കായ പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാനിന്ന് മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് നമുക്കൊരു വീഡിയോ ചെയ്യണം കേട്ടോ. പിന്നെ എന്നാലേ നമുക്ക് ആ ഒരു ഇത് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് കൊണ്ട് വല്ല ഗുണമുണ്ടോയെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ.
ഇതൊക്കെ പറിച്ച് നടാൻ. ഇത് കണ്ടില്ല, ഇതിന്നൊരു നല്ലൊരു പൂവാണ് കേട്ടോ. ഇതിൽ നമ്മൾ പിന്നെ അബിയുവിൻ്റെ തൈ വിത്ത് പാവിയിട്ടുണ്ട് കേട്ടോ. അത് ഒരു പെട്ടെന്ന് മുളക്കും കേട്ടോ. അത് നമ്മൾ പിന്നെ വലിയൊരു കെയറൊന്നും വേണ്ട. നമ്മളത് അബിയു കുരു ഉണങ്ങാൻ പാടില്ല കേട്ടോ. നമ്മളത് കഴിക്കുമ്പോൾ തന്നെ കഴിച്ച് കഴിഞ്ഞേക്കാൻ അത്രയും പെട്ടെന്ന് നമ്മളത് മണ്ണിൽ വെക്കുകയാണ് വേണ്ടത്. ഈ വഴുതനങ്ങമ്മലൊക്കെ കണ്ടോ, ഇത് നിറയെ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ആ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു റിസൾട്ട് ഞാൻ പിന്നെ ഏതായാലും ഇപ്പോൾ ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ റിസൾട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ കൊഴിഞ്ഞാടിയിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ ഇനിയുള്ളത് എന്താവും സ്ഥിതി എന്നാവും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അടുത്തന്നെ. ഇത് ഏലമാണ് കേട്ടോ. ഏല ഞാൻ ഒരുപാട് കാണിച്ചതാണിത്. അതിലൊക്കെ കായ ഉണ്ടാവും, ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഏല നല്ല ഷാറായിട്ട് ഏല ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഏലത്തിൻ്റെ ആ ശരങ്ങളൊക്കെ ഇങ്ങനെ, ശരം എന്നാണേല അതിന് പറയാം. ആ ഓരോരോ കൊമ്പ് ഇങ്ങനെ വരുന്നില്ലേ, ഓരോരോ തൈകൾ. അതിന് മറ്റേതിന് പിന്നെ എന്താണ് അതിൻ്റെ പൂവിടുന്ന അതിനെന്താണ് ചിമ്പ് എന്നാ, അങ്ങനെയൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ അടിച്ചിട്ട് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റി ഈ ഒരു ഏലത്തിൻ്റെ കൃഷി നമുക്ക് അത്ര ഒരു പിന്നെ അറിയാത്തൊരു മേഖലയാണ്. അപ്പോൾ നമ്മളത് ഒരു കൗതുകത്തിന് കൊടുത്തിട്ടൊന്ന് നട്ടു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നട്ടപ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഈ ഒരു ഏലം നല്ല പിന്നെ ഇത് ഞാനിങ്ങനെ വയനാട്ടിലൊക്കെ കാണുന്ന അതേ രൂപത്തിൽ തന്നെ ഇവിടെ ഉണ്ടാകുന്നത് കേട്ടോ. ഇത് നമ്മൾ വെച്ചിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. ഇവിടെ ഈ ചാക്കിൽ മധുരക്കിഴങ്ങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഉണ്ടക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും. സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് ഇംഗ്ലീഷിലും പറയും. അതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇഞ്ചി കേട്ടോ, ഇത് ചൈനൻ്റെ ഇഞ്ചിയാണ് കേട്ടോ. ചൈനൻ്റെ ഇഞ്ചി നല്ല ഷാറായി ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ നനച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇഞ്ചിക്ക് നനക്കൊന്നും വേണ്ട, എന്നാലും നമ്മളൊരു വിദേശ ഇഞ്ചി ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വിത്തുകൾ കുറച്ച് വേണമെന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ഇങ്ങനെ നനച്ച് കൊടുത്ത് കൊണ്ടുപോകണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇഞ്ചിക്ക് അത് ആ കാലാവസ്ഥക്ക് പിന്നെ അനുസരിച്ചുള്ള മഴ കിട്ടിയാൽ തന്നെ ഇഞ്ചി ഉണ്ടാവും. ഇവിടെ ചിരങ്ങയാണ് കേട്ടത്. ചിരങ്ങ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ മുകളിലെത്തിയ കൈപ്പങ്ങൻ്റെ ആ ഇവിടേക്ക് തന്നെയാണ് നമ്മൾ പടർത്തുന്നത് കേട്ടോ. അതിന് വേറെ പന്തലൊന്നും ഇടണില്ല. ചിരങ്ങ അല്ലെങ്കിലും പന്തലിടേണ്ട കാര്യമില്ല, എന്നാലും ചിരങ്ങ നമ്മൾ പിന്നെ ഒരു പന്തലിട്ടാൽ നല്ല കായ ഉണ്ടാവും. ഇത് കൈപ്പക്കൻ്റെ ഒരു മരമാണ് കേട്ടോ. നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് കൈപ്പക്ക അതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിറയെ കൈപ്പക്ക നമുക്ക് ഇഷ്ടമാതിരി നമ്മൾ അയൽവക്കത്തേക്കും നമ്മൾ ജ്യേഷ്ഠന്മാർക്കും അനിയന്മാർക്കും എല്ലാവർക്കും കൊടുത്തിട്ട് നമുക്കത് ബാക്കിയാണ് കേട്ടോ. ഒരുപാട് കൈപ്പക്ക ഉണ്ടായിട്ടുണ്ട്, നിറയെ കൈപ്പക്ക ഉണ്ടായി. അതൊരു പിന്നെ അപ്പുറത്തൊന്നുണ്ട്, ഒന്നും വല്ലാതെ കായ്ക്കണില്ല, കായ പിടിക്കണില്ല. ഇത് നല്ല കായ പിടിക്കണ ഒരു കൈപ്പക്കയാണ്. പിന്നെ ഇത് അമേരിക്കയാണ്, വാളൻ അമേരിക്ക എന്ന് പറഞ്ഞൊരു ഇതാണിത്. ഇങ്ങനെ പടർന്ന് പോകണുള്ളൂ, അങ്ങനെ ഉണ്ടായിട്ടില്ല, പടർന്ന് ഇങ്ങനെ പൊങ്ങി വരണുള്ളത്. നമ്മളത് പിന്നെ ഇങ്ങനെ പടർത്തി അങ്ങോട്ട് മുകളിൽ വിടുകയാണ് ഇത് ചെയ്യണത്. പിന്നെ ഇവിടെ ചോറ്റോലുണ്ട് കേട്ടോ. ചോറ്റോലുണ്ട്, കരിമ്പുണ്ട്, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ ഉണ്ട്. അപ്പുറത്ത് നമ്മൾ പിന്നെ കൈപ്പക്ക വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചാലോ. ഇവിടെ പിലാവിൻ്റെ തൈയാണ് കേട്ടോ. പിലാവിനിപ്പോൾ അങ്ങനെ നനക്കൊന്നും വേണ്ട, പക്ഷെ നമ്മൾ പുതിയതായാലും പിന്നെ വെച്ചതെല്ലാം എഴുതിയിട്ടാണ് ഒന്നിങ്ങനെ വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ. പിലാവ് നനച്ചില്ലാച്ചിട്ട് അത് പോകുന്നില്ല. പിന്നെ ഇവിടെ കുരുമുളകുണ്ട്, ഇവിടെയൊക്കെ പിന്നെ ഇതാണ് കേട്ടോ കാന്താരി ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ കാന്താരി. ഇതൊക്കെ നമ്മൾ ഒരു ഒന്നരാടത്ത് ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ നനക്കുള്ളൂ, എന്നും നനക്കണില്ല കേട്ടോ. എന്നും ഒന്നും ഇത് നനക്കേണ്ട കാര്യമില്ല. എന്നാലും ഒന്നിങ്ങനെ ഡെയിലി ഒന്നിങ്ങനെ കൊണ്ട് പാർപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ ഒന്ന് പിടിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ നിലം ഇങ്ങനെ വരണ്ട ഉണങ്ങില്ല. അപ്പോൾ അതാണ് ഒന്നരാടട്ട് ഞാൻ ചെയ്യുന്നത്, എന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇവിടെ
കറിവേപ്പിൻ്റെ മരമുണ്ട്. പിന്നെ മൈലാഞ്ചി ചെടിയാണിത് കേട്ടോ. മൈലാഞ്ചി ഉണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുണ്ട്, പിന്നെ ചീര, പിന്നെ ഈ കോവക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. കോവക്കൊക്കെ ഒരു കേടാണ്, കായ ഉണ്ടാകുമ്പോൾ അത് ഒക്കെ നശിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ മരുന്ന് തെളിക്കേണ്ടി വരും, അല്ലാതെ ഇപ്പോൾ അത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഒരു തെങ്ങിൻ തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ ഈ തെങ്ങിൻ തൈ. പിന്നെ വേരൊന്നും ഇളകാതെ നമ്മളിങ്ങനെ ഒന്നായിട്ട് പറിച്ചിട്ട് നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ നമ്മളെ തെങ്ങിൻ്റെ തേങ്ങ വിത്ത് ഉണ്ടാക്കി മുളപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ നല്ല ഒരു ഇലക്കൊന്നിനും ഒരു പട്ടക്കും കേട് വന്നിട്ടില്ല കേട്ടോ. അതങ്ങനെ തന്നെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. വേണ്ടിയില്ല, അതിൻ്റെ അടിഭാഗമൊക്കെ പുതിയ പിന്നെ പട്ട വീതൊക്കെ ഇപ്പോൾ നമ്മൾ കുഴിച്ചിട്ടിട്ട് വന്ന പട്ടകളാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇത് ഏലം ഞാനിതിൻ്റെ മുന്നേ കാണിച്ചാണുള്ളത്. ഈ ഏലം ഇത് ഇത്ര മറ്റേ അപ്പുറത്തുള്ള അത്ര ഒരു ഉഷാറായിട്ടില്ല ഈ ഏലം കേട്ടോ. എന്നാലും കുഴപ്പമില്ലാതെ പിന്നെ വളരുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് പറഞ്ഞാൽ അത് അതിന് നല്ല പിന്നെ വളക്കൂറുള്ളൊരു സ്ഥലമാണ് അവിടെ, അതുകൊണ്ടാണ് അത് അങ്ങനെ നന്നായി ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ചേമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചേമ്പ് പിന്നെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ചേമ്പിനൊന്നും നനക്കേണ്ട കാര്യമില്ല. പിന്നെപ്പോൾ അവിടെ ഇങ്ങനെ വേറി പിടിച്ച് ഇങ്ങനെ ഉണങ്ങി കിടക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒന്നായിട്ട് എല്ലായിടത്തും ഒന്നാണ്ട് വെള്ളം സ്പ്രേ ചെയ്യണത്. നമ്മൾ ഈ സ്ഥലത്ത് ഏതായാലും നനക്കുമ്പോൾ ഈ ഒന്നും കൃഷിയൊന്നും ഇല്ലെങ്കിലും ആ ഭാഗത്തൊക്കെ ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പറമ്പ് ഇങ്ങനെ വരണ്ടുണങ്ങി കിടക്കൂല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒന്നും ഒരു പെർഫെക്റ്റ് അല്ല കേട്ടോ. ഞാൻ ഇതൊന്നും അങ്ങനെ വെറുതെ അങ്ങോട്ട് പിടിച്ചെന്നുള്ളുണ്ട്. ഒരുപാട് കുറ്റും കുറവൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം നനക്കലും ഈ പിടിക്കലും പിന്നെ വീഡിയോ പിടിക്കലും കൂടി ഇത് നടക്കില്ല. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ. പിന്നെ ഇവിടെ ഒരു വാഴക്കൊല ഉണ്ട് കേട്ടോ. ഇതൊരു വാഴയാണ്, അതിൻ്റെ കൊലയാണ്. ഇതൊരു ചെറിയ കൊലയാണ് കേട്ടോ. അത് നല്ല പിന്നെ നമ്മൾ ഈ കട്ട പറഞ്ഞില്ല, ഞാൻ അപ്പം തന്നെ പൊട്ടിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നെ ഈ പഴത്തിനൊന്നും ഒരു കേടില്ലാത്ത അങ്ങനെ ക്ലിയറായി വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പട്ടൊക്കെ പറ്റ നശിച്ച് പിന്നെ പട്ടല്ല അതിൻ്റെ കായമ്മലൊക്കെ വവ്വാൽ വന്നിരുന്ന് അതിൻ്റെ കായകളൊക്കെ ഒരു കറുത്ത കളറായിക്കാരം. അതാണ് നമ്മൾ കൊല വന്നേക്കന്നെ നമ്മളതിൻ്റെ തട്ട പൊട്ടിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. കൊല വന്നേക്കല്ല കേട്ടോ. കൊല പിന്നെ വാഴക്ക ഇങ്ങനെ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പൂവ് മാത്രമാവുമല്ലോ. തേൻ കുടിക്കണ ആ ഒരു പോർഷന് വരുമ്പോൾ നമ്മൾ ആ ഭാഗം എത്തുമ്പോഴാണ് നമ്മളത് പൊട്ടിച്ചു കൊടുക്കേണ്ടത്. അല്ല കൊല വന്നേക്കന്നെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൊല ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരുപാട് കുറ്റും കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ ചെടി ഇങ്ങനെ നനയ്ക്കുന്ന സമയത്താണ് ഞാനിത് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ നമ്മുടെ ഈ തൂക്കുചട്ടി ഞാനിതിൻ്റെ മുൻപ് കാണിച്ചതാണ് കേട്ടോ. എന്നും കാണിക്കണ തന്നെയാണ് കാണിക്കാനുള്ളത്. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉള്ള വിശേഷം ഉണ്ടെങ്കിൽ അത് വേറെ ഒരു വീഡിയോ ആക്കി പിടിക്കുന്നല്ലാതെ നമ്മൾ ചെടീൻ്റെ വിശേഷങ്ങൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല കേട്ടോ. പിന്നെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് കണ്ടില്ലേ, ഗ്രൗണ്ട് ഓർക്കിഡ് നല്ല പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഒക്കെ പല കളറുള്ള പൂക്കളാണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഉള്ളത്. ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഈ ആന്തൂറിയം ഒക്കെ പൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ആന്തൂറിയം അതിൻ്റെ മുൻപ് അങ്ങനെ ഒരു നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലെത്തിയിരുന്നു. പിന്നെ നമ്മളതിനുള്ള വളമൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. വെയിൽ പറഞ്ഞാൽ നല്ല വെയിലിങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നല്ല വെയിൽ വരുന്നുണ്ട്. ഒരു അസാധ്യ ചൂടാണ്. ഈ മഴ അങ്ങോട്ട് പോയാൽ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, ഈ വെയിലിന് ഭയങ്കര കാഠിന്യമായിക്കാരം. അപ്പോൾ നമ്മൾ പിന്നെ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നിൽ കാണിച്ചു തന്നാണ്. നമ്മൾ ചെടിയൊക്കെ ഇങ്ങനെ വല്ലാതെ വാടി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ഈ പിന്നെ
അടപ്പൊന്നിങ്ങനെ ലൂസാക്കിയിട്ട് ഇങ്ങനെ വെച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ തുള്ളി ഇങ്ങനെ വിറ്റ് വീഴും. അപ്പോൾ നമുക്ക് പിന്നെ ഈ ചെടീൻ്റെ വാട്ടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ പല ഐഡിയകളും ഉണ്ട്. ആനാണ്ട് ഏതാണ് പോസിബിൾ വെച്ചാൽ അത് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതേമാതിരി ചില ആൾക്കാർ ഈ കുപ്പിയിൽ പിന്നെ വെള്ളം നിറച്ചിട്ട് അതിൽ തുണി ഈ ഒരു വിളക്കിൻ്റെ തിരിൻ്റെ മാതിരിയൊക്കെ പിന്നെ ആക്കിയിട്ട് ചെയ്യണുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്താലും ഇത് അതുപോലെ തുള്ളി നനേൻ്റെ മാതിരി കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു ചെടിക്ക് നല്ല ഭംഗിയുണ്ടോ. പക്ഷേ ഒരു ദിവസമുള്ള ഈ പിന്നെ പൂവിന് ഉള്ള ആയുസ് കേട്ടോ. പിന്നെ പുല്ലിൻ്റെ കാര്യമാണ് പറയാനുള്ളത് കേട്ടോ. പുല്ല് നമ്മളിങ്ങനെ കള പറിക്കണതിനനുസരിച്ച് കള വീണ്ടും ഉണ്ടാവുന്നുണ്ട്. ഈ പുല്ല് നമുക്ക് നോക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ പുല്ല് വളർത്തൽ പറഞ്ഞാൽ. നമ്മൾ അതിങ്ങനെ കുട്ടികളെ നോക്കണമാതിരി ഈ പുല്ലിങ്ങനെ നോക്കണം. അല്ലെങ്കിൽ ഇതുപോലെ കളകളുണ്ടാവും. ഇത് കണ്ടില്ലേ, തൊട്ടാവാടി ഉണ്ടോ, തൊട്ടാവാടി ആണ്. അതുപോലെ പല പിന്നെ കളകളുമുണ്ട്, പേരറിയാത്ത പല കളകളുമുണ്ട്. കണ്ടില്ലേ, ആ ആല് ഉണ്ടോ, ആല് നല്ല ഭംഗിയായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. ആല് നമ്മൾ പിന്നെ ഈ പുല്ലിലിങ്ങനെ ഇരുന്ന് നമ്മൾ വൈകുന്നേരമൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കാൻ ആ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാനൊരു സുഖമാണ്. തണുപ്പുള്ള സമയത്തേ പറ്റുള്ളൂ. ചൂടുണ്ടെങ്കിൽ ഈ കട്ട ഒക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നല്ല ഈ പുല്ല് നല്ല ഗ്രീന് കളർ. നമ്മളിതിന് വളം ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഈ കളറ് ശരിയാവും കേട്ടോ. നമ്മൾ ശരിക്കും ഇതിന് വളം ചെയ്യണം, എന്നാലേ ഈ പിന്നെ പുല്ലിൻ്റെ കളറ് ആ ഭംഗിയിൽ കിട്ടുള്ളൂ. ആദ്യം നമ്മളിതൊക്കെ പിന്നെ ഈ കളകളൊക്കെ പറിക്കുക. എന്നാലും ഇവിടെയൊക്കെ കുറേ പറിച്ചതാണ്. ഇതുപോലുള്ള പല കളകളുമുണ്ട്. ഇത് കിയാർനെല്ലി, നിലമ്പരണ്ട, തൊട്ടാവാടി, എല്ലാ കളകളും ഉണ്ട്. കണ്ടില്ലേ, തൊട്ടാവാടി കണ്ടില്ലേ, ഇവിടെയൊക്കെ തൊട്ടാവാടിയാണ്. ഇതൊക്കെ നമ്മൾ പറിച്ചിട്ട് വീണ്ടും ഇത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഈ കള പറിക്കൽ നിർത്താൻ പറ്റില്ല കേട്ടോ. അതെന്നും ഇങ്ങനെ കള ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ പുല്ല് നമ്മൾ കാണുന്ന കാര്യമല്ല, നല്ല പാടാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതിന് വലിയ മുടക്കൊന്നുമില്ല. ആ വിരൽ ഒന്നങ്ങോട്ട് തൊടേണ്ട കാര്യമുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പിന്നെ ഇവിടെ ഈ ചേമ്പിന് ഒരു പ്രശ്നം പറ്റി. ഇതിൻ്റെ കാലാവധി തീർന്നതാണ് തോന്നുന്നു. നമ്മൾ നന കുറവൊന്നുമല്ല കേട്ടോ. അത് അതിൻ്റെ ആ കാലാവധി തീരുന്നതിനനുസരിച്ചാണ് അത് പിന്നെ വാടിപ്പോണത്. നമ്മൾ കരുതത് എല്ലാം കേടാണെന്ന്. പക്ഷേ അത് കേടൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വല്ലാതെ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇവിടെ ഓർക്കിഡ് കണ്ടില്ലേ, ഓർക്കിഡ് ഇങ്ങനെ ആ ഭാഗത്തൊക്കെ നമ്മൾ പൂവായി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ട്രിപ്പ് പൂവ് കഴിഞ്ഞതാണിത്. വീണ്ടും പൂവ് ഇങ്ങനെ വരാനുള്ള ഇതുണ്ട്. പിന്നെ അവിടെ കണ്ടില്ലേ, ഈ ടർട്ടിൽ വൈൻ ഇത് ഉണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പിന്നെ ഇതാണ്ടോ. പക്ഷെ കുറച്ചൊരു മഞ്ഞ കളറായിട്ടുണ്ട്. അത് കുറച്ച് വളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊരു കുറച്ച് യൂറിയ കലക്കിയിട്ട് അതിന് കൊടുക്കണം, എന്നാൽ അത് നല്ല ഭംഗിയായിക്കാരം. ഈ യൂറിയ പിന്നെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വലിയൊരു പ്രശ്നമൊന്നും വരണില്ലല്ലോ. ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞ അതിൽ തന്നെ ആ വിരലിൻ്റെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല. പിന്നെ അപ്പോൾ എന്നാൽ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.